السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എന്റെ ക്ലാസ് ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരുമാറാവട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅൽ ഫുഖറാഉ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പാവപ്പെട്ടവരായ ഫുഖറാക്കളായ കുറച്ച് സഹാബത്ത് നിബിതങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഒന്നുകൊണ്ട് ഫഖാലു, അവർ നിബിതങ്ങളോട് പറയുകയാണ്, നബിയെ, ലഹബ അഹ്ലു ദുഖൂരി മിൻ അംവാലി ദറജത്തിൽ ഉലാ വൻ നഈമിൽ മുഖീം. നബിയെ, ലഹബ അഹ്ലു ദുഖൂരി, പണക്കാരായ ആളുകളൊക്കെ കൊണ്ടുപോയി നബിയെ, മിനൽ അംവാലി ദറജത്തിൽ ഉലാ വൻ നഈമിൽ മുഖീം. വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളും ശാശ്വത വിജയങ്ങളും അവരൊക്കെ കൊണ്ടുപോയി നബിയെ. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട്, മുതൽ കുറഞ്ഞവരായതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥാനം എടുക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു, യുസല്ലൂന, അവരെ നിസ്കരിക്കുന്നു, കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു. പക്ഷേ അവർക്ക് മറ്റൊരു പ്രത്യേകത എന്താണ്? വലഹും ഫദ്ലുൻ മിൻ അംവാലി, നബിയെ, പണം കൊണ്ട് അവർ വളരെ ഞങ്ങളെക്കാളും മീതയാണ് നബിയെ, ഉന്നതന്മാരാണ്. സമ്പത്തിൽ അവർ ഞങ്ങളെക്കാൾ ഉന്നതരാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞിട്ട് പറഞ്ഞു, യഹുജ്ജൂന ബിഹാ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്. വയഅ്തമിറൂന, അവർ ഉംറ ചെയ്യുന്നുണ്ട്. വയുജാഹിദൂന, അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ സഹായം ചെയ്യുന്നുണ്ട്. വയതസദ്ദഖൂന, അവർ സദഖ കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറാക്കളായ ഫഖീറന്മാരായ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അലാ ഉഅല്ലിമുക്കും ഷൈആ, നിങ്ങൾക്കൊരു വസ്തു, ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? തുദ്രികൂന ബിഹി മാ സബഖകും, നിങ്ങൾ ആ കാര്യം ചെയ്താൽ പണക്കാരായ സഹാബത്തിനെക്കാളും മുമ്പിലേക്ക് നിങ്ങൾക്ക് അത് എത്താൻ കഴിയും. നിങ്ങൾ അത് എത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആ വിഷയം പറഞ്ഞു തരുകയാണ്. മുത്തനബി പഠിപ്പിച്ചു തന്ന സമ്പത്ത് നമ്മെ തേടി വരാൻ, സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, നമ്മൾ സദഖ കൊടുത്തതിന്റെയും അതുപോലെ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു മന്ത്രം, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? തുദ്രികൂന ബിഹി മാ സബഖകും, അത് നിങ്ങൾ അവരെക്കാളും മുൻകടക്കാൻ ആ കാര്യം നിങ്ങളെ എത്തിക്കുന്നതാണ്. എന്നിട്ട് തങ്ങൾ പറയുന്നു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സലാത്തിൻ സലാത്തൻ വതലാസീൻ. ഓ സഹാബ, തുസബ്ബിഹൂന, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം. വതഹ്മദൂന, നിങ്ങൾ ഹംദ് പറയണം, അൽഹംദുലില്ലാ പറയണം. വതുകബ്ബിറൂന, നിങ്ങൾ അല്ലാഹു അക്ബർ പറയണം. ഖൽഫ കുല്ലി സ്വലാത്തിൻ സലാത്തൻ വതലാസീൻ. തുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും സലാസൻ വതലാസീന, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് എന്ന ദിക്ർ അവിടെ നിന്ന് 33 പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ പറഞ്ഞാൽ അവരെക്കാളും നിങ്ങൾക്ക് മുൻകടക്കാൻ കഴിയും സഹാബത്തെ. പാവപ്പെട്ടവരായ സഹാബത്ത് ഈ ദിക്ർ ഇങ്ങനെ പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ പണക്കാരായ സഹാബത്ത് ചിന്തിച്ചു, എന്താണ് ഇവർ ഇങ്ങനെ ചൊല്ലുന്നത്? ഞങ്ങൾ ആരും ചൊല്ലാത്ത ഒരു ദിക്ർ, ഞങ്ങൾ ആരും ചൊല്ലാതിരിക്കുന്ന ഈ ഒരു ദിക്ർ എന്താണ് അവർ ചൊല്ലുന്നത്? പല ആളുകളും ഈ പാവപ്പെട്ട സഹാബത്ത് ചെല്ലുന്നതിനെ ചെവി കൂർപ്പിച്ച് കേൾക്കാൻ തുടങ്ങി. പല ആളുകളും പല ആളിൽ നിന്ന് ചോദിച്ച് അറിയാൻ തുടങ്ങി. അവരും അവിടെ നിന്ന് അവരിൽ നിന്ന് കേട്ടും അതുപോലെ കാത് കൂർപ്പിച്ച് കേട്ടും ചോദിച്ചും അവർ മനസ്സിലാക്കി അവരും പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പിന്നെയും പാവപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, പാവപ്പെട്ട സഹാബത്ത് പറയാണ്, നബിയെ, ഞങ്ങൾ ചൊല്ലുന്നത് പോലെ, ഞങ്ങൾ ചൊല്ലുന്ന ഇതേ ഹംദും തക്ബീറും അതുപോലെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ഈ ദിക്ർ പണക്കാരായ സഹാബത്തും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് നബിയെ, അവരും ചൊല്ലുന്നുണ്ട് നബിയെ. ഇനിയും അവർ ഞങ്ങളെക്കാട് മുമ്പ് എത്തുകയില്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, സഹാബ, യുക്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അത് നൽകും സഹാബത്തെ. ഇതിനേക്കാൾ വലിയതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ഇല്ല എന്നാണ് അർത്ഥം.
നബിതങ്ങൾ പറയാണ് യുഅ്തി മയ്യശാ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കും, അതിൽ ഒരു സംശയവും ഇല്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലിയ ഖബർ ഉള്ളതാണ്. നിസ്കാരത്തിന്റെ ശേഷം 33 പ്രാവശ്യം ഈ ദിക്ർ പറയൽ. ആരും ഇത് ചെല്ലാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. സമ്പത്തിൽ വലിയ മക്കത്തുണ്ടാകും. സമ്പത്ത് അവരെക്കാളും പണക്കാരെക്കാളും മുൻകടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.